ഇപ്പോൾ പാർട്ടിയിൽ സ്വത്തുക്കൾ പരസ്പരം പിടിച്ചെടുക്കുന്ന ഒരു രീതിയും കണ്ടുവരുന്നു. കണ്ണൂർ ഓഫീസ് താങ്കളുടെ വിഭാഗം കൈയടക്കി, തിരുവനന്തപുരത്തെ ഓഫീസ് CP ജോണിന്റെ വിഭാഗം കൈയടക്കി എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഇത് ഇത്തരത്തിലാണോ തുടരാൻ പോകുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഈ ഓഫീസുകൾ ഇതുപോലെ MV രാഘവന്റെ പേരിലുള്ള MV രാഘവൻ എന്ന് വെച്ചാൽ പാർട്ടി സ്റ്റേറ്റ് കൗൺസിലിന്റെ പേരിലുള്ള ജനറൽ സെക്രട്ടറി MVRന്റെ പേരിലാണ് ഈ എല്ലാ ഓഫീസുകളും. അതിനകത്ത് ഒരു ഓഫീസ് മാത്രം, തിരുവനന്തപുരത്തെ ഓഫീസ് മാത്രം ഞങ്ങളെ പറ്റിച്ചിട്ട് ഒരു ട്രസ്റ്റിൻ്റെ പേര് ജോണാക്കി വെച്ചിട്ടുണ്ട്. ഒരു പപ്പരാമൻ ട്രസ്റ്റിൻ്റെ, ഞങ്ങളോട് പറയാറുണ്ട്. ആ ഒരു ഓഫീസ് ഒഴിച്ച് ബാക്കിയുള്ള ഓഫീസുകളെല്ലാം ഈ പാർട്ടിക്ക് വിധേയമായിട്ടുള്ളതാണ്. അതിന് ഭൂരിപക്ഷമുണ്ട്. ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ കണ്ണം പറഞ്ഞല്ലോ, ഏത് മൈതാനത്തിലുള്ള ഉമ്മൻചാണ്ടിൻ്റെ മധ്യസ്ഥയിൽ യോഗം വിളിച്ചു കൂട്ടി ഭൂരിപക്ഷം ജോണാണ്, ആഫീസെല്ലാം ജോൺ എടുത്തോട്ടെ. അതിന് തയ്യാറാവണ്ടേ? അതിനാ ഭൂരിപക്ഷം ഒരുമിച്ചിരിക്കാൻ പോലും തയ്യാറാവില്ലല്ലോ. ഞങ്ങളത് സംയുക്ത യോഗം വിളിച്ച് ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ കയറാൻ മേലാത്ത അവസ്ഥയാണ്. പാർട്ടി പിളർന്നില്ല എന്നാണ് താങ്കൾ പറയുന്നത്. എന്തായാലും പക്ഷെ ഒരു വിഭാഗം മാറി നിൽക്കുന്നുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ആ വിഭാഗം UDFന്റെ കൂടെയാണ്. അവശിഷ്ട CMP എന്ന് ഞാൻ അതിനെ വിളിക്കുന്നു. ആ CMPയുടെ സ്ഥിതി എന്തായിരിക്കും? അങ്ങനെയുള്ളവരെ ഘടകകക്ഷികളാക്കില്ല എന്നാണ് UDFന്റെ പ്രഖ്യാപിത നിലപാട്. CP ജോണിന് നാളെ കേരളത്തിൽ മുഖ്യമന്ത്രിയാവുമോ ഇന്ത്യൻ പ്രസിഡന്റ് ചെയ്യുന്നത് സന്തോഷം, അദ്ദേഹം ആയിക്കോട്ടെ. അതിന് നമ്മൾക്കിപ്പോൾ ഈ CMP ഉപയോഗിച്ചുകൊണ്ട് CMP തകർത്തിട്ട് അതിന് വേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. CMP തകർത്താൻ പണിക്ക് പോരുത്. അവിടെ നിൽക്കുന്ന CMPക്ക് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. അവിടെ നിൽക്കുന്ന CMPക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നാട്ടുകാർക്ക് അറിയാമല്ലോ. CMPയുടെ കൂടി അവർ താഴെ വെക്കേണ്ടി വരുന്നതാണ് പറയുന്നത്. CMPയുടെ കൊടിയോട് കൂടി വേണമെങ്കിൽ RMPയോടെ നിൽക്കാമല്ലോ. അത്തരത്തിലുള്ള എന്തെങ്കിലും രാഷ്ട്രീയ കക്ഷിമാറ്റമാണ് അവശേഷിക്കുന്നത്. അല്ല, CP ജോൺ അതിന് ചെയ്തല്ലോ. CP ജോൺ ഞങ്ങൾ ഈ പ്രശ്നം ഉണ്ടായ ദിവസം CP ജോൺ പോയത് എവിടെയാണ്? ഞങ്ങൾ മീറ്റിംഗ് കൂടിയ ദിവസം CP ജോൺ പോയത് ഒന്ന് രമയുടെ അടുത്ത് പോയി. രമയുടെ അടുത്ത് അദ്ദേഹം ഓടിപ്പോയത് പാണക്കാടോട്ടാണ് പോയത് അല്ലേ? അപ്പം അതിനൊക്കെ ഒരു സൂചന ഉണ്ടല്ലോ. ഈ CP ജോൺ താങ്കളുടെ ദീർഘകാലത്തെ രാഷ്ട്രീയ സഖാവാണ്. എവിടെ വെച്ചാണ് ജോണുമായിട്ട് തെറ്റുന്നത്? അല്ല, ഞാനായിട്ട് തെറ്റിയതല്ല, ജോണായിട്ട് തെറ്റിയതാണ്. ഞാൻ ആരുമായിട്ട് തെറ്റാറില്ല, ഇപ്പോഴും തെറ്റില്ല. ഇപ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്ന CP ജോണിനോട്, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന വളരെ വേണ്ടപ്പെട്ട അജീറിനെ പോലുള്ള ആളുകളോട് താങ്കൾക്ക് ഇപ്പോൾ എന്തെങ്കിലും അഭ്യർത്ഥന നടത്താനുണ്ടോ? അല്ല, അവർ ചെയ്തത് ശരിയാണോ എന്ന് അവരാലോചിക്കട്ടെ. അവർ ചെയ്തത് ശരിയാണോ എന്ന് അവരാലോചിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഈ UDF CMPയെ ഒരു നല്ല പാർട്ടിയായിട്ട് കൊണ്ടുനടക്കാൻ അനുവദിക്കും എന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. തീർച്ചയായിട്ടും ഞങ്ങൾ തെറ്റ് തിരുത്താൻ തയ്യാറാണ്. അങ്ങനെ അവർ ബോധ്യപ്പെടുത്തട്ടെ ഞങ്ങളെ. ഇപ്പോൾ ഉള്ള അവസരത്തിൽ CP ജോണിന് ഒരു വ്യക്തിക്ക് പ്രയോജനം കിട്ടുമായിരിക്കും, അതല്ലല്ലോ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു അന്തസ്സ്. ഇപ്പോൾ CP ജോൺ എന്ന വ്യക്തിക്ക് പ്രയോജനം കിട്ടുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് ആ വിഭാഗം എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വേറെ ആർക്കും ഒരു പ്രയോജനം കിട്ടുന്ന ഒരു തീരുമാനമല്ല. ആ തീരുമാനത്തിൽ അങ്ങനെ അവർ തിരിച്ചറിയണം എന്നാണ്. തീർച്ചയായിട്ടും അവിടെ കൂടെ നിൽക്കുന്നത് തിരിച്ചറിയണം. അത് അവർ തിരിച്ചറിഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തൽ നടപടികൾ എടുത്താൽ എന്തായിരിക്കും താങ്കളുടെ സമീപനം? തീർച്ചയായിട്ടും അത് നമ്മൾ അവരെ ഉൾക്കൊള്ളൂല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അവരോട് നിന്ന ആളുകൾ നമ്മളോട് തിരിച്ചു അവരെ സ്വീകരിക്കും. തീർച്ചയായിട്ടും. ഇതുവരെ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്ത പല CMPയുടെ പ്രവർത്തകരും അനുഭാവികളും ഒക്കെ ഒരുപക്ഷെ ഈ അഭിമുഖം കേൾക്കുന്നുണ്ടാവും. അവർക്കൊക്കെ വേണ്ടി ഈ സംഘടന നേരിടുന്ന ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ താങ്കൾക്ക് എന്ത് പറയാം? എന്നെ അറിയാവുന്ന ആൾ, എന്നെ സ്നേഹിക്കുന്ന ആൾ, എനിക്ക് ഇപ്പോൾ ഈ ടെലിഫോൺ ഞങ്ങൾക്ക് അറിയുന്ന ഈ കുറേ ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ആളിൽ പിന്നെ CMP വിട്ടു പോയ ആളിൽ ഒന്ന്. രണ്ടാമത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഞാൻ തിരിച്ചു ചെല്ലണമെന്ന്, മാർക്സിസ്റ്റ് പാർട്ടിയിൽ അത് അവരാഗ്രഹിക്കുന്നത് ഒരു ഘടകകക്ഷിയായിട്ട് നിൽക്കാനല്ല, പാർട്ടിയിലോട്ട് വന്നാൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അല്ല, അങ്ങനെ ആഗ്രഹിക്കുന്ന ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ആളോട് വിരോധം വെച്ച് പുലർത്താതെ. എന്നാൽ ഈ ഒരു തീരുമാനത്തിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും, നമുക്ക് വ്യക്തിപരമായിട്ട് എന്ത് സംഭവിച്ചാലും അതിനുവേണ്ടി അന്തം വിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അവസാനം വരുന്ന പോരാടുന്ന ആളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാനെന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. മരിക്കുന്നതും വരെ അങ്ങനെയായിരിക്കും. അല്ലാണ്ട് എനിക്ക് വേറൊരു പിന്നെ സ്വർഗം തരാമെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫറുകൾ വന്നാലോ അതിനൊന്നും വേണ്ടി ഞങ്ങൾ പോകുന്ന ആളുമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ വേണമെങ്കിൽ മത്സരിക്കാമല്ലോ. ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളാണ്. ഇനി പാർട്ടിയുടെ തീരുമാനം LDFന്റെ കൂടെ നിൽക്കുക. ഇനിയിപ്പോൾ LDF പറയുന്നത് എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്? LDF പറയുന്ന കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഞങ്ങളുടെ പല ആളുകളും പല കമ്മിറ്റികളിലും സ്റ്റിയറിംഗ് കമ്മിറ്റിയിലൊക്കെ ഇപ്പോൾ മെമ്പറായെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓരോ സ്ഥലത്തും അവരെ ഇടതുപക്ഷം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്നെ കഴിയാവുന്ന സ്ഥലത്ത് ഞാൻ ക്യാമ്പയിൻ ചെയ്യാൻ പോകും. അപ്പോൾ അതിനിടയ്ക്ക് 30 ഞങ്ങളുടെ ഒരു കൺവെൻഷൻ ഉണ്ട്. ആ കൺവെൻഷൻ്റെ ഒരു ചെറിയ വർക്കുണ്ട്. അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് കിട്ടുന്ന സമയത്ത് ഞങ്ങളൊരു വലിയ ഇതൊന്നും മാറ്റം വരുത്താൻ കഴിയുന്ന ആളല്ല. എന്നാലും കഴിഞ്ഞ ഗവൺമെൻറ് വന്നത് ഞങ്ങൾ കാരണമാണെന്ന് പറയാൻ ഞാൻ കഴിയും. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് ഞങ്ങൾ മാറി നിൽക്കുമായിരുന്നെങ്കിൽ
ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവുമായിരുന്നില്ല എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. അത്രയെങ്കിലും ശക്തി CMP-ക്ക് ഉണ്ട്. അത്രയെങ്കിലും അല്ല, അതിനേക്കാൾ ശകല ശക്തി കൂടെ കൂടുതലുണ്ട്. കാരണം വെറും CMP അല്ല ഞങ്ങൾ. ആ ശക്തി ഏത് തരത്തിൽ അടുത്ത ഞങ്ങളുടെ കൂടെയുള്ള അണികളുടെ എണ്ണമല്ല, ഞങ്ങളുടെ സ്നേഹിതന്മാരും ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളും ഞങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധം ചിലപ്പോൾ ഞങ്ങൾ മാറുമ്പോൾ ആ ബന്ധം അനുസരിച്ച് മാറും. അതുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറയാം. 84 സുരേഷ് കുറുപ്പിനെ ജയിപ്പിക്കാൻ നിന്ന ആളും ആ ആളെ 50,000 വോട്ടിന് തോറ്റത് ഞാൻ മാറിക്കഴിഞ്ഞിട്ടുമാണ്. അപ്പോൾ 50,000 വോട്ടിന് തോറ്റത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ അതിന് ചെറിയ പങ്കൊക്കെ ഞങ്ങൾക്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയല്ല, കേരളത്തിൽ മുഴുവൻ അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ ഞങ്ങൾ. കാരണം ഈ പിന്നെ ആ കഷ്ടകാലത്തിൽ പല വീടുകളിലും കിടന്നുറങ്ങിയും കഷ്ടപ്പെട്ടുമൊക്കെയാണല്ലോ പാർട്ടി ഉണ്ടായത്. ഇപ്പോഴത്തെ കാര്യമല്ലല്ലോ. അന്ന് ഈ ട്രെയിനിൽ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ് പോലും ഇല്ല. ബസ്സിൽ യാത്ര ചെയ്യണം, നിന്നുറങ്ങിയും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഈ പാർട്ടി പ്രവർത്തനവും SFIയും അതിന് മുമ്പ് KSFും അതിനുശേഷം KSYFും DYFയും ഒക്കെ കെട്ടിപ്പടുത്തത്. ആ കാലഘട്ടത്തിലുള്ള ആളിലൊക്കെ ഉണ്ട്. അന്നത്തെ കോൺഗ്രസ്സുകാരായിട്ട് അതുപോലെ ബന്ധമുണ്ട്. അപ്പോൾ അതുപോലുള്ള ആ ബന്ധങ്ങളുടെ ഗുണം ഇത്തവണ LDFനാണ് കിട്ടാൻ പോകുന്നത്. ഈ തവണ LDFന് കിട്ടും. ആ LDFന് കിട്ടാൻ വേണ്ടിയുള്ളൊരു സത്യത്തിൽ CP ജോൺ ചെയ്തത് UDFനോട് ചെയ്തൊരു വഞ്ചനയാണ്. UDFനെ വഞ്ചിച്ച് ഞങ്ങളല്ല. ഞങ്ങളുടെ ഒത്തുതീർപ്പ് വ്യവസ്ഥ കൃത്യമായിട്ട് കർശനമായിട്ട് CP ജോൺ പാലിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരില്ലായിരുന്നു. അത് സത്യത്തിൽ UDFനെ ചതിച്ചത് CP ജോണാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം. ജോണും മനസ്സിലാക്കണം. ജോണിന് ഈ ആഫീസ് കെട്ടിപ്പിടിച്ചിരിക്കാനും 2 ആഫീസ് കൈവശപ്പെടുത്തി ഒരു സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ നേതാവായിരിക്കാൻ വേണ്ടി ജോൺ ചെയ്ത ഈ വിക്രസുകളാണ് ഈ പ്രശ്നത്തിന് ആധാരം. അപ്പോൾ വളരെയധികം സന്തോഷം ഇത്രയും കാര്യങ്ങൾ. നന്ദി.